മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MD വിടവാങ്ങുന്നു. ഏറെ ദിവസത്തെ പ്രാർത്ഥനകൾക്കൊടുവിൽ MDയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി മലയാളികൾ, അദ്ദേഹത്തിൻ്റെ സാഹിത്യലോകം എല്ലാവരും കാത്തിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് 10 മണിയോടുകൂടിയാണ്, രാത്രി 10 മണിയോടുകൂടിയാണ് MDയുടെ വിയോഗ വാർത്ത സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ദീർഘദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആരോഗ്യനിലയിൽ നേരിയ ചില പുരോഗതി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടമായതാണ്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന തോന്നൽ ഉളവാക്കിയതാണ്. പലപ്പോഴും അത്ഭുതങ്ങളുടെ ജീവിതം നയിച്ചിട്ടുള്ളയാളാണ് MD. മുമ്പും ഒരു മരണത്തിൻ്റെ വക്രത്തിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ളയാളാണ്. അതുകൊണ്ട് 91 വയസ്സാണെങ്കിൽ കൂടിയും MDയുടെ ഒരു തിരിച്ചുവരവ് എല്ലാവരും പ്രതീക്ഷിച്ചു, എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷേ ആ പ്രാർത്ഥനകളെ വിഫലമാക്കിക്കൊണ്ട് MD വിടവാങ്ങുന്നു. വിശേഷണങ്ങൾ ഏതു തരത്തിൽ MDയെ വിശേഷിപ്പിക്കണം എന്നത് ഒരുപക്ഷെ സാഹിത്യലോകം അത്ഭുതപ്പെടും. കാരണം MD വിശേഷണങ്ങൾക്ക് അതീതനാണ്. കാരണം അത്ര അധികം മേഖലകളിലൂടെ വിവരിക്കാനാവാത്ത തരത്തിലുള്ള പ്രതിഭാധനായി തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച MDയുടെ വിടവാങ്ങൽ അത് സ്വാഭാവികമായും വൈകാരിക വായ്പകളോടെ അല്ലാതെ ഓർത്തെടുക്കാനാവില്ല എന്നതാണ് സാഹചര്യം. MD വാസുദേവൻ നായരുടെ വിയോഗം, അദ്ദേഹത്തിൻ്റെ ജീവിതം 91കാരനായ മഹാസാഹിത്യകാരൻ്റെ വിടവാങ്ങലിനാണ് കേരളം സാക്ഷിയാവുന്നത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ, ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തെ പ്രമുഖ വ്യക്തികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. അല്പസമയം മുമ്പ് കൃത്യം 10 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്. പല തവണയായി മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ആശുപത്രി അധികൃതർ പുറത്തുവിട്ടിരുന്നു. ഓരോ ഘട്ടങ്ങളിലും ചില മാറ്റങ്ങളൊക്കെ പ്രകടമായിരുന്നെങ്കിൽ കൂടിയും ആശാവഹമല്ലാത്ത ഒരു പുരോഗതി, ഒരു സാഹചര്യം ഇന്നുണ്ടായി എന്നതാണ് അവസ്ഥ മോശമാക്കിയത്. അല്പസമയം മുമ്പ് ആരോഗ്യാവസ്ഥ വളരെ ഗുരുതരമാവുകയും 10 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിക്കുകയുമാണ് ചെയ്തത്. ഈ പൊതുദർശനം, ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്നും അത്തരത്തിലേക്ക് പോകുന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നു. സംസ്ഥാനത്ത് 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. അർഹിക്കുന്ന ആദരവ്, മലയാളത്തിൻ്റെ മാത്രം സ്വന്തമായ MDക്ക് അർഹിക്കുന്ന ആദരവ് നൽകാൻ തീരുമാനമുണ്ടാകുന്നു. സംസ്ഥാന സർക്കാർ 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. KP രാമനുണ്ണി